വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ടൗൺഷിപ്പിലെ വീടിനുള്ളിൽ കയറി മന്ത്രി നടത്തിയത് നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ്. അതിനിടെ ദുരന്തബാധിതർക്കുള്ള ഉപജീവന ഭത്ത സർക്കാർ അനുവദിച്ചു. സർക്കാർ നിർമ്മിച്ച വീടുകളിലെ വിള്ളൽ വീഴ്ചയായി ഉയർത്തിക്കാട്ടുകയാണ് പ്രതിപക്ഷം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വീടുകൾ കൈമാറാൻ കഴിയാത്തതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. മന്ത്രി കെ രാജന്റെ സന്ദർശനത്തെ പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. മന്ത്രിയാണ് ചോർച്ചേണ്ടെന്ന് പരിശോധിക്കേണ്ടത്. മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ. വിവാദങ്ങൾക്കിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് ടൗൺഷിപ്പ് സന്ദർശിച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് വസീഫിന്റെ വാദം. 5 വർഷക്കാലയളവിൽ ആ ഡിഫക്റ്റിന്റെ ലാബിലിറ്റി ആർക്കാണ്? ഈ നിർമ്മാണ കമ്പനിക്കാണ്. ഇനിയും ചിലപ്പോ ഭാവിയിൽ ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മയോ മറ്റോ സംഭവിച്ചാൽ ഈ 5 വർഷത്തെ കരാറുണ്ടല്ലോ, അപ്പോ അവിടെ വീണ്ടും അത് നികത്താം. അതിനിടെ വയനാട് ദുരന്തബാധിതർക്കുള്ള ഉപജീവന ഭത്ത സർക്കാർ അനുവദിച്ചു. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ തുകയാണ് അനുവദിച്ചത്. 3.19 കോടി രൂപ വയനാട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. ഉപജീവന ഭത്ത മുടങ്ങിയെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.